നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ദൈവം തോക്കണ എവിടെയാണെന്ന് അറിയാമോ? ഈ ധൂർത്തപുത്രൻ്റെ കഥയിലാണ്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ വഴിക്കണ്ണിട്ട് വാതിലും തുറന്നിട്ട് എത്രയെത്ര കൊല്ലങ്ങളാ അപ്പൻ ഈ മനുഷ്യനെ കണ്ണിൽ വിളക്കം വെച്ച് കാത്തിരുന്നതാ. അവൻ വന്നപ്പോൾ ഓരോ പ്രാന്തന്മാർ പോകുമ്പോഴും ഓരോ വഴിയാത്രക്കാർ പോകുമ്പോഴും ഇങ്ങനെ അപ്പനെ ഇളകി നോക്കും. എൻ്റെ മകനാണോ, എൻ്റെ മകനാണോ, എൻ്റെ മകനാണോ, ഇന്നല്ലെങ്കിൽ നാളെ വരും അവൻ എന്ന് അപ്പൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഞാനും നീയും ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ വേണ്ടി വരും എന്നൊരു കാത്തിരിപ്പാണ് ദൈവം. ശ്രുതികടേ അങ്ങനെ ഒരു ദിവസം ഇവൻ വന്നപ്പോൾ എന്നാ ചെയ്തത്? ഈ അപ്പൻ വയസ്സും പ്രായമായിരിക്കുന്ന ആള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു. അവൻ പറഞ്ഞു തരണം. അവൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നാണ്. അവൻ്റെ വാ പൊത്തണ പോലെ അപ്പം കുറേ കാര്യം പറഞ്ഞു. ഇവനെ കൊണ്ട് കുളിപ്പിക്കൂ, ഇവന് നല്ല വസ്ത്രം അണിയോ, ഇവന് ചെരുപ്പണിയോ, ഇവന് മോതിരമണിയോ. അപ്പം അവൻ്റെ മനസ്സ് ഇടിച്ചിടിച്ച് പറഞ്ഞു, അപ്പാ ഞാൻ അപ്പൻ്റെ മകൻ്റെ പേരിനെ പോലെ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ ഇവന് ഉള്ളിൽ പറയുന്നുണ്ട്. അത് പറയണത് സ്വരത്തിൽ പറഞ്ഞ അപ്പന് സങ്കടം ആയതുകൊണ്ട് അവനെ സ്വരത്തിൽ പറയിപ്പിക്കത്തില്ല അപ്പൻ. എന്നിട്ട് പറയും, നീ എൻ്റെ മകനാണ് എന്ന് തന്നെ പറഞ്ഞു ഒരച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മോതിരം കൊടുക്കൂ, ചെരുപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ. അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ മോതിരം ഇടാൻ പറ്റുള്ളൂ. ഒരു മകനാണോ അടിമയാണോ എന്നറിയണത് അവൻ്റെ കയ്യെ നോക്കിയിട്ടാണ് പറയണത്. ഒരാളിൻ്റെ ഒരു ആൺമകൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അവൻ മകനാണ്. അപ്പം ഞാൻ മകനല്ലപ്പാ, ഞാൻ എൻ്റെ മകനെൻ്റെ പേരിന് പോലെ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ഇവൻ പറയാഞ്ഞുകൊണ്ടിരിക്കണമെങ്കിലും അതൊന്നും ആ സ്വരം പുറത്ത് കേൾപ്പിക്കാത്ത രീതിയിൽ അപ്പൻ്റെ സ്വരം അതിനേക്കാൾ വലിയ പ്രവൃത്തിയായിട്ട് മാറുകയാണ്. എന്താണ്? മോതിരം വിടൂ, അവൻ്റെ കയ്യെ മോതിരം വിടൂ, ഞാനൊന്ന് കാണട്ടെ, എൻ്റെ മകൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കണത് ഞാനൊന്ന് കാണട്ടെ. എത്ര കൊല്ലമായി ഈ കൈ ഞാൻ കണ്ടിട്ട്, മോതിരം ഇട്ടിട്ട കൈ. എന്തൊരപ്പനാണിത്! ഈ അപ്പൻ്റെ കഥ പറയുന്നതാണ് കർത്താവ്. അപ്പൻ്റെ സ്നേഹം കാണിക്കണതാണ് കുരിശ്. കർത്താവേ, നിന്റെ സ്നേഹം ഓർത്തിട്ട് എന്നിൽ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മോതിരവും വിട്ട് ചെരുപ്പ് വിട്ട് നല്ല ഉടുപ്പ് വിട്ട് വന്നപ്പോൾ അപ്പനങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവിടെ നൃത്തം ചെയ്യുകയും വാദ്യഘോഷം നടക്കും മനുഷ്യരുടെ കൂടെ അപ്പനും അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. എത്ര കാലമായി ആ ചെവിടുകൾ, അപ്പൻ്റെ ചെവിടുകൾ നൃത്തച്ചെവിടുകളായിട്ട്. അപ്പനും മതിമറന്ന് നിൽക്കുമ്പോഴാണ് വേറെ ഒരുത്തം വരണുണ്ട് അവിടെ. അത് ഒരു മകനാണ്, അപ്പനെ സ്നേഹിച്ച മകൻ, അപ്പൻ്റെ കൂടെ ജീവിച്ച മകൻ, കുടുംബത്തിന് വേണ്ടി സ്വയമായിട്ട് സമർപ്പിച്ച മകൻ, മൂത്ത മകൻ. അവൻ വരുമ്പോൾ ഇവിടെ ഒരിക്കലും ഇല്ലാത്ത വാദ്യാഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ഒരുത്തനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? അപ്പോൾ ഇന്ന് അറിഞ്ഞില്ലേ, നിൻ്റെ അനുജൻ വന്നു. അപ്പോൾ ഇടിപെട്ടുകൊണ്ട പോലെ ഇവൻ്റെ മുഖം കറുത്തുപോയി. അപ്പോഴപ്പൻ വിരിമാറ്റി നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കണേ തൻ്റെ മകൻ. അവനിനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നിയപ്പോൾ അവനെയും പിടിക്കാൻ അപ്പൻ ചാടി പുറത്ത് വീഴും. അപ്പോഴാ മിണ്ടാതെ ഇങ്ങനെ കല്ലുപോലെ നിൽക്കും. എന്നിട്ട് ചോദിക്കും, അപ്പാ എത്ര കാലം ഞാൻ അപ്പന് വേണ്ടി വേല ചെയ്തു, അപ്പനിവിടെ നൃത്തം ചെയ്തില്ല, അപ്പനിവിടെ വാദ്യാഘോഷം ഉണ്ടാക്കിയില്ല, അവനെയും കാത്തപ്പൻ ഇരിക്കുകയായിരുന്നു. നമ്മുടെ സ്വത്തെല്ലാം അവൻ കൊണ്ടുപോയി നശിപ്പിച്ച വേശകളുടെ കൂടെ. അപ്പനത് ഓർത്തില്ല. അപ്പോഴപ്പം പറയണ ഒരു വാക്കുണ്ട്, എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ എന്ന്. അതാണ് ഈശോൻ്റെ തുളിപ്പിച്ച് വെച്ച ഒരു ഡയലോഗ്. എന്താണ്? എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ. നീ പറഞ്ഞില്ല, ശരിയാണ്. നമ്മുടെ സ്വത്തെല്ലാം പോയി വേശ്യകളിലൂടെ അവൻ ചിലവഴിച്ചു, അവനും കൊലം കെട്ടി ചാകാനായി. പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോഴേ ഞാനൊരു അപ്പനല്ലേ എന്നാണ് എന്ന് പറഞ്ഞ് അപ്പം മൂത്തവൻ അനീതിയൊന്നും ചെയ്തില്ല. അപ്പൻ്റെ കൂടെ നിന്നവനല്ലേ. അപ്പൻ അവനോട് പറഞ്ഞു, എനിക്കുള്ളതൊക്കെ നിൻ്റെതാ, പക്ഷെ ഇവൻ മരിച്ചുപോയവനല്ലേ, അവൻ തിരിച്ചു വന്നില്ലേ, നമുക്ക് സന്തോഷിക്കണ്ടേ. അപ്പോൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവിനാണ് കർത്താവ് ക്രൂശിതനായി നമ്മുടെ മുമ്പിൽ ബലിയായി നിൽക്കുന്നത്. അതൊരു വിളിയാണ്, ബലിയൊരു വിളിയാണ്. കുരിശ്
വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ശ്രുതികട ഹല്ലേലൂയ. ഈ സ്നേഹത്തിൻ്റെ കാലത്ത്, ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലമാണ് നോൻപ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നീയും ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയങ്ങളാണ്, അത് നമ്മുടെ വിഷയങ്ങളല്ല. വൺസ് യു റൈറ്റ് ഡൗൺ ആൻഡ് പുട്ട് ഇൻ ടു ദി ബോക്സ്, ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ്, നമ്മുടെ പ്രോബ്ലം അല്ല. നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മമാതാവിനെ മധ്യസ്ഥത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളല്ല, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി? അത് ദൈവത്തിൻ്റെതായി. പിന്നെ എന്താണ് ആകണം? നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ. ഉടമ്പടി അതാണ്. നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു. അതാണ് സ്വർഗീയ പദ്ധതി. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്നാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 10,000 ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഉടമ്പടിയിൽ എപ്പോഴും വരുന്നൊരു വിഷയം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ? ആ ചേച്ചിക്ക് 6 കൊല്ലമായിട്ട് മക്കളില്ല, അതല്ലേ ആദ്യം പറഞ്ഞത്. അതിനുശേഷം അല്ലേ അച്ഛൻ ഈശോ നോൻപ് കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയത്. അത് ഞാൻ ചിന്തിച്ചോ ആലോചിച്ചതൊന്നുമല്ല. പിന്നീട് ഇപ്പോൾ ഇവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നേരിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ്, എന്നെ ഉപകരണമാക്കിക്കൊണ്ട്. വീണ്ടും നമ്മൾ പഴയ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ്? 6 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ചോദിച്ചു. ഇനി എനിക്ക് അത് മാത്രം എടുക്കാമല്ലോ, ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു. ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറഞ്ഞു. ഇനി അതുകൂടി ചെയ്യാനുള്ളൂ, അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ വല്ല കഥയുണ്ടോ, സത്യമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവർ ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ, ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ഞാൻ ചെയ്യാൻ പോണ കറക്റ്റാണോ എന്ന് കർത്താവുണ്ട്. ആ ബന്ധമുള്ളതുകൊണ്ട്, ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട്, കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം, മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം, ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ, ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലേവ്യ പുസ്തകം കിട്ടും. ലേവ്യ പുസ്തകം അതായത് 26:9 ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലേവ്യ പുസ്തകം 26:9. അതിനകത്ത് സാക്ഷ്യത്തെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. സംഭവം അവർ ചോദിച്ച മറുപടി പിന്നെ വരവേണ്ടല്ലേ, ഇടിവെട്ടായിട്ട് തിരിച്ചു വരുന്നത്. എന്താ ചോദിച്ചത്? ഞാൻ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ്, മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഈ യാത്ര ശുഭമാണോ, ഇതുകൊണ്ടുള്ള വല്ല ഗുണമുണ്ടോ, ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവിന് ചോദിച്ചിട്ടാണ് ഇവിടെ ബൈബിൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ലേവ്യ 29:26-9. എന്താ എഴുതിയിരിക്കണത്? ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും. ഞാൻ നിങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ്? കടാക്ഷമാണ്. ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ്? ദൈവകടാക്ഷം ഉണ്ടാവും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. അപ്പോൾ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്നത്? അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക, ഉടമ്പടി ഉറച്ചെന്നാണ്. അതാണ് സ്ഥിരീകരണം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ആൾക്കാരെ പിടിക്കാനല്ല, ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പം സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത്. അതാണ് 16:20.
മർക്കോസിന്റെ സുവിശേഷം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞേ, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കൽ എന്ന് പറയണത്. ലെവയ 26:10 പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും, ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും. പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതിന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത്? അടയാളം കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പോൾ അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇതിന് അധികം സമയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ. നിങ്ങൾ പിന്നെ കർത്താവിനെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം വന്നില്ല, കുട്ടി ഉണ്ടായില്ല, ജപ്തി മാറിയില്ല, ഇത് അതും പറഞ്ഞ് പിച്ചുമ്പയും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത്. കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഗുണാന്നിങ്ങനെ ചീവിട് പോലെ ചിലച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഉടമ്പടിയുടെ ഭാഗമല്ല. ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡാണ്. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാത്ത ഷോർട്ടണിങ് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി, നിങ്ങളെ കണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് എന്താണ് അതിൻ്റെ പേര്? അതായത് ജെസ്സി അജി, പത്തനംതിട്ടയിൽ നിന്ന് ജെസ്സി അജി അത് UAE വർക്ക് ചെയ്യണം. ഭാര്യയും ഭർത്താവും തമ്മിൽ 10 കൊല്ലം അവിടെ 15 കൊല്ലം അവിടെ വർക്ക് ചെയ്യണത്. ഇന്ന് വരെ മക്കളില്ല. ഇപ്പോൾ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? 15 കൊല്ലമായെങ്കിലും വിഷയമില്ല, മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട്, അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരും. അത് അവരുടെ വിശ്വാസം അതാണ്. അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെങ്കിലും തരും. 15 കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് കാശിരാജിനാണ്. 15 കൊല്ലം അവിടെ ജോലി ചെയ്യണം. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്, കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല, മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും. ഈ പച്ച തിരിയതല്ലേ, പച്ച കാണിക്കണത് എന്താണ്? തളർത്തതാണ് ഉടമ്പടി. നിങ്ങളുടെ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു സ്വാഭാവികമാണ്, ബയോളജിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ. ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ്. പെട്ടെന്ന് ഇങ്ങനെ തളർക്കും, ഒരു കാരണമില്ലാതെ തളർക്കും. അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് 15 കൊല്ലം മക്കളില്ലാത്ത ഈ അജി വന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ചത്തേന് അവർ പ്രഗ്നൻ്റ് ആവും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കണത്? ഒരു കുഴപ്പമില്ല, അവർ പ്രസവിക്കും. ആ 10 പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത്? ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഇത് ഉടമ്പടി മാത്രം നടക്കത്തുള്ള ഈ സംഭവങ്ങളെ നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല. ദൈവം തന്നെ അതിൻ്റെ കാരണം. ഇപ്പം എന്തുമാത്രമായി. ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഗർഭകാലങ്ങൾ, ആനയുടെ ഗർഭകാലം 600 ദിവസം ഒരു ഇത് കണ്ടതാണ്. ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടപ്പോൾ ഇത് ഇതിന് എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം 660 ദിവസം. ഞാൻ പറഞ്ഞു ദൈവമേ, അപ്പോൾ ആന എത്ര 360 ദിവസമല്ലേ ഒരു വർഷം. അപ്പോൾ 1.25 വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും. അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ്? 440 ദിവസം. കുതിരയുടെ കാര്യം പോക്കാം. ഒട്ടകത്തിൻ്റെ ഗർഭകാലം 420 ദിവസം ഒട്ടകത്തിൻ്റെ. അങ്ങനെ വന്ന് നോക്കി മനുഷ്യൻ്റെതായപ്പോൾ 280 ദിവസം. അപ്പോൾ ഞാൻ ഭാഗ്യം, അമ്മച്ചിമാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ 600 ദിവസം എടുത്തേക്ക്. എന്നാലും 280 ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ? അപ്പോൾ 3 കൊച്ചിങ്ങൾക്ക് എത്ര ദിവസം വേണം? 28, 56, 56, 20, 76, 8, 76, 84. അപ്പോൾ 840 ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ 3 കുഞ്ഞുങ്ങൾക്ക്. 3 കൊല്ലമായിട്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞാണിനെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും, 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അങ്ങനെ 4 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം 6 കൊല്ലമാണ് ടൈം ഷോർട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം 3 കുഞ്ഞിനാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ മക്കളെ, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. അതായത് ഉടമ്പടിയുടെ മെയിൻ സംഭവിക്കും. ടൈം ഷോർട്ടൊക്കെ വേണം കണ്ടല്ലേ, അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പം നമ്മളവർക്ക് ഈ 3 കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം അതിൻ്റെ അകത്ത്.
എല്ലാം ഈ ഇട്ടിവിട്ട് കുഞ്ഞുങ്ങളാണ്. നല്ല ചുവന്ന് തൊടുത്ത് മിടുക്കന്മാരായിട്ട് 2 ആൺപിള്ളേരും ഒരു പെങ്കൊച്ചു. അടിപൊളി, സൂപ്പർ. അതിങ്ങളിങ്ങനെ മാറിക്കോയി 4-5 ആൾക്കാർ കൂടിയാണ് എൻ്റെ കയറി സാക്ഷ്യം പറയണത്. ആ കാഴ്ച നിന്നെ കാണാൻ അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത്. അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷീസ് എ ഫെയ്ത്ത്ഫുൾ. നമുക്ക് വിശ്വാസികളെ കാണുമ്പോൾ അറിയാമല്ലോ. അവരാണ് അപ്പം ജനിച്ചത് കൊണ്ട് അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായി, അപ്പം ക്രിസ്ത്യാനിയായെന്നല്ല. ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടായിരിക്കും അവർ വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷേ അവിടെ വർത്തമാനം അറിയാൻ പറ്റും ഇവർ പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന്, ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും. അവർ ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണ്. എന്താണ്? കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും. അതാണ് സംഭവം. അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നത്. കുഞ്ഞിനെ തന്നത് ദൈവത്തിന് നന്ദി, പക്ഷെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ വിശ്വാസം നിലനിൽക്കുകയും കർത്താവിന് ഏകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവ സന്ദർശനം ഉറപ്പ് വരുത്തുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇത് അമേരിക്കയിലും ലൂർദിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒന്നുമല്ല. ഇത് നിങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി കയറി പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം നമ്മൾക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുഴുവനും മനസ്സുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ തൊട്ട് നോക്കി രുചി നോക്കാൻ വരുമ്പോഴാണ് മിക്കവാറും ഉള്ള നാക്കൂടി പൊള്ളിപ്പോണത്. നിങ്ങൾ രുചി നോക്കാൻ വേണ്ടി വരുമല്ലോ ചിലർക്ക്. ഉടമ്പടി എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരും. അങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരണമല്ല, നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തെ നമ്മൾ വിശ്വസിക്കണം. അത് നമുക്കുള്ള അടയാളമാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ. അത് നമ്മൾ വിശ്വസിച്ചത് നമുക്കുള്ള അടയാളമാണ്. അപ്പം നിങ്ങളിനി നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടിയെ വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടത്തില്ല. നേരത്തെ ഉള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ. ആ ഉടമ്പടി തന്നെ നിങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക മാത്രമല്ല, ഉടമ്പടി ജീവിക്കുകയും ചെയ്യണം. ചില ആൾക്കാർ വരട്ടെ, ഉടമ്പടി പുതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം, ഉടമ്പടി അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരണ വിഷയം വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറക്കത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല, പത്രമൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ പോയി കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല, ചെയ്യാവേ വരട്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയണ, നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങും. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ പത്രമോ പ്രേക്ഷിത പ്രവർത്തനമോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവർത്തികളോ എന്തുമാത്രം താമസിക്കുന്നോ അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ദൈവത്തിനെ വേദപാഠം പഠിപ്പിക്കാൻ വരരുത്. അത് നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മുടിഞ്ഞിരിക്കണത്. കാര്യം ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴും വരട്ടെ അടയാളം കാണാൻ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ലേ ഉടമ്പടി കാണിക്കണത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കുഴിച്ച് സ്വന്തം കുഴി കുഴിക്കണേ എന്തിനാ? അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരെ ഒരു വിത്തിൻ നോ ടൈം പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യനും നോക്കരുത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഓരോ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം ദൈവത്തെ അറിയാൻ ദൈവത്തിൻ്റെ മകനാണ്, ധൈര്യമുള്ള ആളാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലി ആയിരിക്കണം. സുവിശേഷ വിലക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്രീഷമൊക്കെ നടത്തുന്നത്. പക്ഷെ അതിന് വേണ്ട കാറ്റഗിസം കിട്ടാത്ത കാരണം ഒപ്രീഷമ കിട്ടിയവന്മാരും കണ്ണമൃഗം പോലെ പിന്നെയും ജീവിക്കും. എന്താ കിട്ടിയെന്ന് പോലും അറിയാൻ പറ്റാതെ. ധൈര്യം എന്ന് പറയണത് സ്ഥൈര്യലേപനം കൊടുത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയാം. അത് ഇതുപോലെ വിശ്വാസം സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ഇടംബലം തിരിയാതെ
ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപത്തിലൂടെ ലഭിക്കേണ്ടത്. ഞങ്ങളത് ഊതിക്കത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി. പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനമായി. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാരെ നിങ്ങളെ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ പ്രത്യക്ഷ പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരീകരിച്ചു. ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാർവതിയുടെ ഒരു ദൈവാനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം. പാർവതി ഞങ്ങളെല്ലാവരും സ്പർശിച്ച ഒരു സംഭവം, പാർവതി ഉടമ്പടി അവസാനം പാർവതി തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യാം. അവൾക്കറിയാമായിരുന്നു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ അതിന് അവൾ കുറച്ച് സമയമെടുത്തു, കുറച്ച് മെഡിറ്റേറ്റീവ് ടൈം എടുത്തു. കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എടി മോളെ നിൻ്റെതല്ലേ കാര്യം, അപ്പം നീ കൂടി ഉടമ്പടി എടുക്കണം, മാതാവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മ ചെയ്യണ കാര്യമൊക്കെ പാർവതി കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയും ചെയ്യണ്ടേ. അപ്പോൾ അതിനൊരു മനസ്സൊരുക്കം വേണം. അതിന് വരട്ടെ, ഞാനും ഓക്കെ ആകുമ്പോൾ ഞാനും അങ്ങനെ അവളെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൾ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ അവൾ അമ്മയോട് തോന്നിട്ട് അവൾ പണ്ട് ദൈവം അവളെ രക്ഷിക്കാനുള്ള ചരട് മർമ്മം അവളുടെ ജീവിതത്തിൽ പണ്ട് പോലെ ദൈവം അവളെ പരിപാലിക്കുന്നുണ്ട്. അവളുടെ മനസ്സാക്ഷി നല്ലതുണ്ടായിരിക്കും. അവൾ പഠിക്കണ കാലത്ത് ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജായിട്ട് എടുത്തത്. ഇഷ്ടപ്പെട്ടെടുത്തതല്ല, അത് കിട്ടിക്കൊണ്ട് എടുത്തതാണ്. പക്ഷേ ദൈവം അത് കൊടുത്തതാണ്. അപ്പോൾ അവൾക്കൊരു ഇപ്പോൾ ഒരു ചിന്ത വന്ന് ഫ്രാൻസ് കുറച്ച് അറിയാമല്ലോ, ഫ്രാൻസിൽ പോകാൻ വേണ്ടി അമ്മയോട് പറയാം. അപ്പോൾ പക്ഷേ പോകാൻ പറ്റത്തില്ല, 26 ലക്ഷം രൂപ വേണം. 26 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പോണേ? നമുക്ക് അപ്പനും ഇല്ല, കാശും ഇല്ല. നിത്യനിവൃത്തിക്ക് വേണ്ടി അവൾ പഠിത്തവും നിർത്തിയിട്ട് അവളും എങ്ങോട്ട് ഒരു ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 26 ലക്ഷം രൂപ കിട്ടത്തില്ല. പക്ഷെ അപ്പോഴും അവൾ മനസ്സിൽ പറയും, അമ്മ തരൂ, അമ്മക്കുണ്ട്, അമ്മയുടെ കാശുണ്ട്, അമ്മ തരൂ. അപ്പോൾ അമ്മ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ വന്ന് ഉടമ്പെടുക്കും. ഉടമ്പെടുത്തിട്ട് പറയും, ഒരു കാര്യം എനിക്ക് ഫ്രാൻസിൽ പോകണമെന്ന് എഴുതും, പിന്നെ ഒന്നും എഴുതത്തില്ല. പിന്നെ എഴുതാതെ പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കാണണമെന്ന് എഴുതും. പിന്നെ എഴുതും, അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് എഴുതും. ഇത് പറഞ്ഞ് നമുക്ക് അറിഞ്ഞു വിചാരിക്കാം. അവൾ ആ 5 സാധനം എഴുതി വെച്ചിരിക്കണത്, അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ജീവിക്കണം. ഇതാണ് ദൈവസ്നേഹമെന്ന് പറയണത്. 6 പ്രാവശ്യം എഴുതി വെച്ചിരിക്കണതിൻ്റെ അകത്ത്. അവൾ ഉടമ്പടി ചെയ്ത ഒരൊറ്റ ഉടമ്പടിയാണ് ഒരു വല്ലാത്ത ഉടമ്പടിയായി പോയത്. സത്യസന്ധയോടെ ചെയ്യണമല്ലേ. വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മ ഉടനെ ഉടമ്പടി അന്ന് തന്നെ എടുത്ത്, അമ്മയ്ക്ക് സമയം അധികമില്ലല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് ഫ്രാൻസിൽ പോകാനുള്ള സെറ്റിൽമെൻ്റ് ആക്കി. അപ്പോൾ എന്താ പറ്റിയത്? 26,000 രൂപ വേണം. 26,000 രൂപ ഇവിടെ നിന്ന് കിട്ടും. 26,000 രൂപ ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ പാർവതിയുടെ അമ്മ അവർ ഉടമ്പടി എടുത്ത് മാതാവുമായിട്ട് ലിങ്കിങ് ഉള്ള ആളാണ്. ഇവരൊക്കെ ലിങ്കിങ് ഉള്ള അവരുടെ അമ്മ പറയും, 26,000 രൂപ നിൻ്റെ മാനേജറിനോട് ചോദിക്കാൻ പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മാതാവിനോട് പറയുന്നുണ്ട്, മാനേജറോട് ചോദിക്കാം. അവൾ ബാങ്കിൽ എന്തോ ഒരു 1 ഡേ പരിപാടിക്ക് ഈ നമ്മൾ ചില ക്ലർക്ക് പണിക്ക് പോകത്തില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥയല്ല, പുറത്തുള്ള പണി ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർവതി പറയും, മാനേജർ നമ്മൾ ഇന്നലെയാണ് അവിടെ, കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഈ ജോലിക്ക് പോയത്. ഇപ്പോൾ 26,000 രൂപയുടെ ലോൺ ചോദിച്ചാൽ അയാൾ അങ്ങനെ വസ്തു ചോദിക്കത്തില്ലേ. നമുക്ക് വസ്തു അതിനകത്ത് വഴിയില്ലാത്ത കാരണം വിലയില്ല. എല്ലാവർക്കും ആ വിലയില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വസ്തു തള്ളിക്കളയും. അപ്പോൾ അത് വിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെ ബാങ്കുകാർ എടുക്കണം 26 ലക്ഷം രൂപയ്ക്ക്? അപ്പോൾ അമ്മ പറയും, നീ ചോദിക്കുക, നമ്മൾ മാതാവിനും ഒപ്പിച്ചല്ലേ ചെയ്യണത്, വേറെ ആരെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യണം, നീ ചോദിക്കുമെന്ന് പറയും. ഉടനെ പാർവതി പോയി ബാങ്ക് മാനേജരോട് ചോദിക്കും. ബാങ്ക് മാനേജർ ചോദിക്കാൻ വേണ്ടി വീട്ടിലെ ഈ പഴയ പ്രമാണം എടുത്ത്, വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇടിയും വെട്ടി മഴ പെയ്യുന്നതോടുകൂടി ഇവൾ അവിടെ അടുത്ത കണ്ട ഒരു ചാപ്പലിലേക്ക് ഓടിക്കയറും, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. നല്ല കാറ്റ് മഴയാണ്. അപ്പോഴുണ്ടാ ഒരു സംഭവം വരുന്നു, ഒരു പ്രത്യേക തുമ്പി വരും. ഇങ്ങനെ പറഞ്ഞത്, ഇവളിങ്ങനെ വല്ലാണ്ട് ഈ മഴയത്ത് തുമ്പിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു തുമ്പി, മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തുമ്പി. പിന്നെ കാറ്റും മഴയും നിരക്കും. ഉടനെ ഇവൾ ബാങ്കിൽ ചെല്ലും.
ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ തുമ്പി ഇവളുടെ കൂടെ പോവും. ഇവൾ മാനേജറിനെ കാണുമ്പോൾ തുമ്പി മാനേജറിൻ്റെ അടുത്തിരിക്കും. ഒരു കാര്യം നമ്മുടെ കഥ കണ്ടില്ലേ? ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇവൾ ചോദിക്കും, സാറേ എനിക്ക് ഫ്രാൻസിൽ പോകണം, 26 ലക്ഷം രൂപ വേണമെന്ന് പറയും. അപ്പോൾ മാനേജർ പറയും, അതിനെന്താ, ആ പ്രമാണം കിട്ടുന്നില്ല, നമുക്ക് നാളെ സെറ്റാക്കാമെന്ന് പറയും. നാളെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഈ തുമ്പി അവിടെ ഇരിക്കുക.